ഹലോ നമസ്കാരം, ഞാൻ ഷിബിനാണ്. ട്രൂ ആർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അഡ്വർടൈസിങ് കമ്പനിയുടെ ഡയറക്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ട്രൂ ആർട്സിൽ നമ്മൾ ചെയ്യുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. 5 ഏരിയ ഓഫ് വർക്കുകളാണ് ട്രൂ ആർട്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് ചെയ്യുന്നത് ഡിസൈനിങ് ആണ്, ഗ്രാഫിക് ഡിസൈനിങ്. നമ്മളുടെ അഡ്വർടൈസിങ്ങിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ്, അതിപ്പോൾ കൂടുതലും വാട്സപ്പ് പോസ്റ്റേഴ്സ്, യൂട്യൂബ് പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായ ഡിസൈനിങ്, അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോഗോ ഡിസൈൻ, നമ്മളുടെ നല്ല മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രോഷേഴ്സ്, അങ്ങനെ പല മാർക്കറ്റിംഗ് മെറ്റീരിയൽസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ അധികം ഡിസൈനേഴ്സ് നമുക്കുണ്ട്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിങ്ങിൽ നമുക്ക് 2 രീതിയിൽ അതിനെ തിരിക്കാം. ഒന്ന് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും, 2 വൈഡ് ഫോർമാറ്റ് പ്രിൻറ്റിംഗ് എന്ന് പറയാം. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ നമുക്കറിയാം, നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി, ചെറിയ വോളിയം ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഷീനറീസാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ അതിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ കൂടുതലായിട്ട് വരുന്നത് വിസിറ്റിംഗ് കാർഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലെറ്റർ ഹെഡ്സ്, എൻവലപ്പ്, അല്ലെങ്കിൽ ചെറിയ മാഗസിൻസ്, ബ്രോഷേഴ്സ്, ലീഫ്ലെറ്റ്സ്, അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് വൈഡ് ഫോർമാറ്റ് പ്രിൻറ്റിങ്. വൈഡ് ഫോർമാറ്റ് പ്രിൻറ്റിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഈ പറയുന്ന ഫ്ലെക്സ്, വിനൈൽ, ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ക്ലോത്ത്, അതിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രിൻറ്റിംഗ് ഉണ്ട്, വൈഡ് ഫോർമാറ്റ് പ്രിൻറ്റിങ്. അത് കൂടുതലും വൈഡ് ഫോർമാറ്റ് പ്രിൻറ്റിങ് നമ്മൾ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ചില പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്, അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതിനൊക്കെയാണ് ഈ വൈഡ് ഫോർമാറ്റ് പ്രിൻറ്റിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് മീഡിയാസ് ഉണ്ട്. അതിലെല്ലാം നമുക്ക് ട്രൂ ആർട്സിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ് നമ്മുടെ ഒരു കോമൺ ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും അഡ്വർടൈസിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ട്രൂ ആർട്സിൽ ചെയ്യുന്നത് കൂടുതലും ഈ ഹോർഡിങ്സ്, മിനി ഹോർഡിങ്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് LED ഡിസ്പ്ലേ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. LED വെച്ച വാഹനത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ കൃത്യമായ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് നമുക്ക് നമ്മുടെ ആഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിനെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. അതിനെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് LED അഡ്വർടൈസിങ് വെഹിക്കിൾസ്. അതുപോലെ തന്നെ നമുക്ക് KSRTC ബസ് ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ബസ് സ്റ്റേഷൻസിൽ നമുക്ക് TV വെച്ചിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൈനേജസ് ആണ്. സൈൻ ബോർഡ്സ് നമുക്കറിയാം, സൈൻ ബോർഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യുന്ന സൈനേജസ് ഉണ്ട്, ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന സൈനേജസ് ഉണ്ട്. നമുക്ക് സൈനേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച് പ്യൂർലി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഒരു കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച്, അതായത് ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഹോസ്പിറ്റലിന് വേണ്ടുന്ന തരത്തിലുള്ളൊരു സൈനേജ് ആയിരിക്കത്തില്ല ഒരു ജ്വല്ലറിക്ക് വേണ്ടത്. ആ തരത്തിലുള്ളൊരു സൈനേജ് ആയിരിക്കത്തില്ല മറ്റൊരു ബിസിനസ്സിന് വേണ്ടത്. ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ചർച്ച്, ടെമ്പിള്, ഇതിനെല്ലാം സൈനേജസ് എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും നമ്മളുടെ ഒരു ബിസിനസ്സിനെ എടുക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ വിസിബിൾ ആക്കുന്നതിൽ ഈ സൈൻ ബോർഡ്സിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മളിപ്പം ഒന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ബിസിനസ്സുകൾ വരുമ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവാണ്. ആ ഒരു ബിൽഡിങ് കാണാൻ, അതിൻ്റെ എലിവേഷൻ ആയാലും, ആ എലിവേഷനോടൊപ്പം തന്നെ അവരുടെ ഒരു ബ്രാൻഡ് നെയിം ആണ് ഈ സൈനേജിൽ വരുന്നത്. അത് വളരെ അട്രാക്റ്റീവായിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അത് ചെയ്യുന്നത്. പലപ്പോഴും ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ് നിർണ്ണയിക്കുന്നതിനകത്ത് ഈ സൈൻ ബോർഡിനൊരു വലിയ പങ്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൈനേജുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ സർവീസ്, മെയിൻ്റനൻസ്, അതൊക്കെയാണ് നമ്മൾ ട്രൂ ആർട്സിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആൻഡ് മൊമെൻറ്റോസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ
നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതായിക്കോട്ടെ, നമ്മളുടെ അറിയാമല്ലോ ഗിഫ്റ്റ്, നമ്മൾ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഗിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ട്രൂ ആർട്സിൽ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റാണ്. നമുക്ക് എങ്ങനെ നമ്മളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് കൊടുക്കണം, അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെ പ്രിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അക്രലിക് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് അതിൽ UV പ്രിൻ്റ് ചെയ്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലുള്ള ഗിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെമെൻറ്റോസ്, നമ്മൾ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്സിൽ അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ കോമൺ ആയിട്ട് നമ്മൾ മെമെൻറ്റോസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ട്രോഫീസൊക്കെ യൂസ് ചെയ്യാറുണ്ട്, സ്പോർട്സ് ഐറ്റംസ് അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ. അപ്പോൾ അങ്ങനെ ഉള്ള ഗിഫ്റ്റ് ആൻഡ് മൊമെൻറ്റോസ് നമ്മൾ ട്രൂ ആർട്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം ട്രൂ ആർട്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ആവശ്യമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്ത് കൃത്യമായിട്ടൊരു പ്രൊഡക്റ്റുമായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും, അതിനുള്ള ടെക്നീഷ്യൻസും അതുപോലെ ഡിസൈനേഴ്സും എല്ലാം നമുക്ക്, നല്ല നല്ല പ്രോഡക്ട്സും എല്ലാം നമുക്ക് ട്രൂ ആർട്സിൽ അവൈലബിൾ ആണ്.